ഇന്ന് നമ്മളെ റാഗിയിൽ നിന്ന് എങ്ങനെയാണ് റാഗി പൊടി ഉണ്ടാക്കുന്നത് നോക്കാട്ടാ. അപ്പോൾ റാഗി കുട്ടികൾക്കും മുതിർന്നവർക്കും അതുപോലെ തന്നെ പ്രായമായവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു മില്ലറ്റാണ് കേട്ടോ. അതെല്ലാവർക്കും അറിയാലോ അല്ലേ. കുട്ടികൾക്കൊക്കെ എല്ലിൻ്റെ ബലത്തിനും ആരോഗ്യത്തിനും ഇമ്മ്യൂണിറ്റിയൊക്കെ കൊടുക്കാൻ പറ്റിയ വളരെ നല്ല ഒരു മില്ലറ്റാണ് റാഗി കേട്ടോ. അപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ റാഗി ഒരു 4 കിലോയിൽ എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കഴുകുക, ഒരു 3-4 വട്ടം കഴുകണം. ചിലപ്പോൾ ഈ മുഴുവനോടെ മേടിക്കുന്ന റാഗിയിൽ അഴുക്കുകൾ ഉണ്ടാവും, കണ്ട നല്ലതുപോലെ അഴുക്കുണ്ട്. അപ്പോൾ ഞാനൊരു 3-4 വട്ടം കഴുകിയിട്ട് ഓവർനൈറ്റ് വെള്ളമൊഴിച്ച് സോക്ക് ചെയ്യാൻ ഇടണം ചെയ്യാം. ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് ചെയ്യുന്നതാണ് എനിക്ക് ഇത്തിരി കൂടി നല്ലതായിട്ട് തോന്നുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ കാലത്തെടുത്ത് വെയിലത്തിടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 6 മണിയാകുമ്പോൾ അതെല്ലാം എടുത്ത് വാല വെച്ചിട്ട് പിന്നെ ഒരു 4 മണിക്കൂറോളം വാല വയ്ക്കും. അപ്പോഴേക്കും നമ്മുടെ മില്ലറ്റ്സ് നല്ലോണം മുളച്ചിട്ടുണ്ടാവും, നല്ലതുപോലെ മുള വന്നിട്ടുണ്ടാവും. ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ വാല വെച്ച് ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ നല്ല വെയിലുള്ള സമയമാകുമ്പോൾ എടുത്തിട്ടാൽ മതി. അപ്പോഴേക്കും മില്ലറ്റ്സിൽ നല്ലതുപോലെ മുളകളൊക്കെ വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഒരു 3-4 ദിവസം വെയിലത്തിട്ട് ഉണക്കിയെടുക്കണം ചെയ്യണം കേട്ടോ. നല്ല വെയിലുള്ള സമയത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. മഴ സമയത്തൊന്നും ചെയ്യരുത്, കാരണം പിന്നെ അത് നമ്മൾ ഫാനിൻ്റെ ചുവട്ടിലൊക്കെ കൊണ്ടുവച്ചാൽ ഭയങ്കര സ്മെല്ല് വരും. അപ്പോൾ വെയിലത്ത് തന്നെ ഇട്ട് ഉണക്കിയെടുക്കുന്നതാണ് റാഗിക്ക് എപ്പോഴും നല്ലത് കേട്ടോ. അതിനുശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം. ഞാൻ മിക്സിയിൽ തന്നെ പൊടിക്കണ്, മില്ലിൽ കൊണ്ടുപോയി പൊടിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ബാച്ച് പൊടിച്ചു, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അരിച്ചെടുക്കും. ഒരു വട്ടം പൊടിച്ച് പിന്നെ 2 വട്ടമൊക്കെ പൊടിക്കേണ്ടി വരും. ഞാൻ പൊടിക്കുമ്പോൾ ചെറിയ തരിയോട് കൂടിയാണ് പൊടിച്ച് വയ്ക്കുക. അപ്പോൾ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ചെറിയ തരിയോട് കൂടിയിട്ടുള്ള പുട്ട് കിട്ടും നമുക്ക്. പിന്നെ ഇവിടെ കുറുക്ക് ഉണ്ടാക്കും, ആടി ഉണ്ടാക്കും, പിന്നെ കിണ്ണത്തപ്പം, ഹലുവ, അങ്ങനെ എല്ലാ സാധനം റാഗി വെച്ചിട്ട് ഉണ്ടാക്കും കേട്ടോ. എല്ലാവർക്കും കഴിക്കാമല്ലോ. പിന്നെ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് താനും, കഴിച്ചോളും. നല്ല സാധനമാണല്ല, കുട്ടികൾക്കായാലും കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു വട്ടം ആദ്യം മിക്സിയിൽ പൊടിക്കും, എല്ലാം ഒന്ന് പൊടിക്കും. അതിനുശേഷം അരിച്ചിട്ട് വീണ്ടും പൊടിക്കും. അരിച്ച് വെച്ച് മാറ്റി വെച്ചില്ലേ, അതും അങ്ങനെ എല്ലാം കൂടി പൊടിച്ചെടുക്കും കേട്ടോ. അതിനുശേഷം നമുക്ക് കുറച്ച് വേസ്റ്റ് വരും, അത് വല്ല കോഴിക്കുക അങ്ങനെ എന്തെങ്കിലും മാറ്റി വെച്ചാൽ മതിയായിരിക്കും. നല്ലതുപോലെ തരിയോടുകൂടി പൊടിക്കണ്ട എന്നുള്ളവർക്ക് നമ്മൾ പൊടിക്കുമ്പോൾ കുറച്ച് വേസ്റ്റ് വരില്ല, അത് പിന്നെ പൊടിക്കാണ്ടിരുന്നാൽ മതി. ഇത് തന്നെ ഇപ്പോൾ 2 വട്ടമൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടും. നമുക്ക് നല്ല എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ 2-3 മാസം വരെ ഒരു കേടുമില്ലാണ്ടിരിക്കും കേട്ടോ. അപ്പം ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്, എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ. നമുക്ക് കണ്ട ആകെ കുറച്ചേ വേസ്റ്റ് വരുള്ളൂ. ഇവിടെ കോഴി ഉള്ളതുകൊണ്ട് ഈ വേസ്റ്റ് വന്ന് കോഴിക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ കണ്ട ആകെ എനിക്ക് ഇത്രയേ വേസ്റ്റ് വന്നുള്ളൂ, വളരെ കുറച്ചുള്ളൂ. പിന്നെ അത് ഇത്രയും നമുക്ക് പൗഡർ കിട്ടി. ഞാൻ പറഞ്ഞല്ലോ ഫൈൻ പൗഡർ അല്ല കേട്ടത്, ചെറിയ തരി ഉണ്ടായിരിക്കും ഇതിൽ കേട്ടോ. പക്ഷെ ഇവിടെ ഫൈൻ പൗഡറായി പൊടിച്ച് വെച്ചാൽ അത്ര താല്പര്യമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ